ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ റോസ്മേരിയുടെ ടോണർ എന്ന് പറയുന്നത്. എവിടോട്ട് നോക്കിയാലും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും അതിൻ്റെ റിവ്യൂസും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന റോസ്മേരി എനിക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഈ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ഉള്ളതാട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനോടൊപ്പം തന്നെ ഞാൻ റോസ്മേരിയുടെ ടോണർ വാങ്ങിച്ചിട്ടല്ല ഉപയോഗിക്കുന്നത്, ഞാനത് വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇതുപോലുള്ളൊരു ബോട്ടിലിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഇതിപ്പോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു റോസ്മേരി ഉണ്ടാക്കുന്നത് എന്നും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ റോസ്മേരി ഇത്രത്തോളം ഫേമസ് ആണല്ലേ, ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ്, എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു 2-3 മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ ഓരോരോ പാക്കുകൾ ചെയ്തിട്ടും നമ്മുടെ ഫുഡൊക്കെ ശ്രദ്ധിച്ചിട്ടുമൊക്കെ എനിക്ക് ഇവിടെ നെറ്റിയിലൊന്നും അധികം മുടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ നെറ്റിയിലൊക്കെ മുടികൾ കിളിച്ച് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കിളിക്കുന്ന മുടികൾക്ക് നമ്മൾ ഈ റോസ്മേരി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക, ഇതിന് നീളം വെക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ നീ കിളിച്ചിറങ്ങുന്ന മുടിക്ക് നീളം വെക്കാനായിട്ട്, നന്നായിട്ട് നീളം വെക്കാനായിട്ട് തുടങ്ങി. അത് 2 സൈഡിൽ നിന്ന് മുടികളിങ്ങനെ കിളിർക്കാനും അത് വഴിയിട്ട് അതിന് നീളം വെക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് ഇപ്പോൾ ശരിക്കും ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുടിക്ക് നീളം വെക്കുന്നതായിട്ടും അതുപോലെ ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗം നോക്കാമെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ നടുക്കൂടെ ഞാൻ വകുപ്പെടുക്കത്തേ ഇല്ലായിരുന്നു. കാരണം ഇത് വകുപ്പെടുത്തെടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ മുടി ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ പോകത്തില്ലേ, അങ്ങനെ എൻ്റെ മുടി ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ചെറുതായിട്ടൊരു ചെറിയ കഷണ്ടി പോലെ കുറേ മുടികൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ പുതിയ മുടികൾ കിളിർത്ത് വരാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി ഈസ്റ്റിക്ക് എന്ന് പറയില്ലേ, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ 1-2 ആഴ്ചയല്ല, നമ്മളൊരു 3 മാസമെങ്കിലും കുറഞ്ഞത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം കാണത്തുള്ളൂ. ശരിക്കും നമുക്ക് മുടി ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരും. അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങൾ റോസ്മേരിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ടോണർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരിയുടെ ലീവ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് 17 ഗ്രാമിന് 120 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളമാണ് ഈ റോസ്മേരിയുടെ ലീവ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാനല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തയ്യാറാക്കിയാൽ മതി. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഒരു 2 ആഴ്ചയോളമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു 2 ഗ്ലാസ് വെള്ളവും അതിനനുസരിച്ച് റോസ്മേരിയുടെ അളവും കൂട്ടി കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്കിത് ഒരാഴ്ച വരെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ റോസ്മേരിയുടെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമ്മുടെ താരനൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരാനും റോസ്മേരി നന്നായിട്ട് സഹായിക്കും. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതൊന്ന് തണുക്കുന്ന വരെ ഒന്ന് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന റോസ്മേരി അത് ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ കണ്ടായിരുന്നു. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് ഒരാഴ്ച കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകുന്നെന്തോ, അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി നമുക്ക് വെളിയിൽ വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ മുമ്പേ കാണിച്ചിരുന്ന ആ ബോട്ടിൽ ഞാൻ വെളിയിൽ വെച്ചിട്ട് അത് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ വെളിയിൽ വെച്ചിട്ടാണത് ഉപയോഗിച്ചിരുന്നത്. അതിന് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച വരെ നമുക്ക് നിറവ്യത്യാസവും മണവ്യത്യാസവും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് ഒരാഴ്ച വരെ വെളിയിൽ വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കിപ്പോൾ അതുണ്ടാക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ലതെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ആപ്സ് ഗുഡ്നസ് അതിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിൽ നിൽക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴും വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഗുണം
എന്തായാലും ഉണ്ടാകും. നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നതും എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെളിയിൽ വെച്ച് ഉപയോഗിക്കാമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒന്നും ചേർക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ റിസൾട്ടൊക്കെ ഓരോരുത്തരുടെ സ്കാൽപ്പിനെയൊക്കെ അനുസരിച്ചിരിക്കും. ചിലർക്ക് ഒരുപാട് സമയം എടുക്കും, ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് വരും. പക്ഷേ ഈ പറയുന്ന പ്രൊഡക്റ്റൊക്കെ നല്ല റിവ്യൂ ആണ് എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് മുടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന റോസ്മേരിയുടെ ഓയിലുകളാണെങ്കിലും അതിൻ്റെ ടോണറാണെങ്കിലും. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വിധം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഉപയോഗിക്കുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ മുടിയൊക്കെ ചീകി അതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുന്നേ 1 മണിക്കൂർ മുന്നേ ഇതുപോലെ തന്നെ മുടി ചീകിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് മുടി കെട്ടി വെച്ചിട്ട് കിടക്കാറുള്ളത്. ഇത് ദിവസവും നമ്മൾ ചെയ്യുക. ഒരു 3 മാസമെങ്കിലും സ്ഥിരമായിട്ട് നമ്മളിത് ചെയ്ത് നോക്കുക. റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോക്സിലോട്ട്, ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റണം. ഇത് അരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ആ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ചില സമയങ്ങളിൽ ഞാൻ ഇതിൻ്റെ കറിവേപ്പില, നമ്മുടെ ഉലുവ, കരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാറുണ്ട്. ഇതിപ്പോൾ ഈ റോസ്മേരിയുടെ ലീവ്സും റോസ്മേരിയുടെ എണ്ണയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 3 ഡ്രോപ്പോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സ്പ്രേ നമുക്ക് രാവിലെയും കിടക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ മുടിയിലേക്കൊന്ന് തേച്ച് കൊടുക്കുക. എപ്പോൾ നമ്മൾ എടുത്താലും നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മുടിയിലേക്ക് തേച്ച് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ മുടിയുടെ അറ്റത്തും നമുക്ക് മുടിയില്ലാത്ത ഭാഗങ്ങളിലും ഒക്കെ നന്നായിട്ടിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തുകൂടി കൊടുക്കുക. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. എന്നിട്ട് നമുക്ക് നമ്മുടെ മുടിയില്ലാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്കിതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ടോണർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫലപ്രദമായിട്ടുള്ളൊരു ടോണറാണ്. വെറുതെ ഈ കാശ് കളഞ്ഞിട്ട് നമ്മൾ അത് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാതെ ഇതുപോലെ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റത്തേ ഉള്ളെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. പക്ഷേ എന്തായാലും മുടി വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഹെയർ കെയറിന് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.